ബഹുമാന്യരായ എൻ്റെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയുമായി വരാൻ കാരണം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സെൽഫ് എന്യൂമറേഷൻ, ജാതി സെൻസസ് നടക്കുന്ന ഒരു സമയമാണ്. ഞാനൊരു 3-4 തവണ ഇത് എൻ്റെ മൊബൈലിൽ ചെയ്യാൻ നോക്കി. ക്യാപ്ച ശരിയാകാത്തത് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഇത് ട്രൈ ചെയ്യണം. കാരണം നമ്മൾ ഇന്ത്യൻ പൗരനാണ്, അത് ആവശ്യമാണ്. ഇത് ഏകദേശം 1930 കാലഘട്ടത്തിൽ അന്ന് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ ആണിത് നടപ്പാക്കി വരുന്നത്. 1960 വരെ എന്തോ ആണ് നടത്തേണ്ടതായി ഉള്ളത്. എന്നാൽ അതിപ്പോഴും കണ്ടിന്യൂ ആയി തുടർന്നു വരുന്നു. ഇവിടെ ഈ സെൻസസിന്, സെൽഫ് എന്യൂമറേഷന് 34ഓളം ചോദ്യം ഉണ്ട് എന്നാണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞു കേട്ടത്. അത് രസകരമായ കാര്യങ്ങളാണ് ആ ചോദ്യങ്ങളെല്ലാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. മറ്റുള്ളവർ എന്നെ ദേഷ്യം വന്ന് ചീത്ത പറയുകയൊന്നും വേണ്ട. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു സ്വതന്ത്രനാണ്. എൻ്റെ അഭിപ്രായം മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ രേഖപ്പെടുത്തുന്നത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു സത്യവാചകം ചൊല്ലാറുണ്ട്. നമ്മൾ അസംബ്ലിയിൽ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അപ്പോൾ നമുക്ക് അമ്മയുമില്ല, ഭാര്യയുമില്ല, ഇവരില്ലാത്തതുകൊണ്ട് മറ്റ് ബന്ധുക്കളുമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച ഒരു സത്യവാചകമാണ്. ഒരാൾ ഭരിച്ച് മറ്റേ ആൾ പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒത്തുതീർത്ത് പോകുന്ന ഒരു സമ്പ്രദായമാണ് എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരീ സഹോദരന്മാരാണെന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ വോട്ട് കൊടുത്ത് പോകുന്ന പൊതുജനങ്ങൾ വെറും മരക്കഴുതകൾ മാത്രമാണ്. രാഷ്ട്രീയ തലത്തിൽ ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭരണത്തിൽ കയറുന്ന അടുത്തയാൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വഴി, ഇപ്പോൾ അയോധ്യയിൽ കോടിക്കണക്കിന് കൊള്ളയടിച്ചതായി പറയുന്നു. ഒരു വർഷമായി ശബരിമലയിൽ കോടിക്കണക്കിന് കൊള്ളയടിച്ച് അവിടുത്തെ വാതിലും കട്ടളയും എല്ലാം രാജ്യം മൊത്തം കൊണ്ടു നടന്നിട്ട് അത് ഒരു ചെക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെയും തന്നെ അന്വേഷണ വിധേയമായിട്ടില്ല. SIT ഇങ്ങനെ ഒരു കൊല്ലം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വന്നത് സെൽഫ് എന്യൂമറേഷനെ സംബന്ധിച്ചാണ്. ഈ 34 ചോദ്യം ഉണ്ടായിരുന്നിട്ടും പല വീഡിയോയിലും എനിക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങളൊന്ന് അറിയുക. വീടിൻ്റെ ഫ്ലോറ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ടൈലാണോ, സിമൻ്റാണോ, ചാണകം ഒഴുകിയതാണോ, ചുമര് ചുടുകല്ല് കൊണ്ടാണോ പൂശിയതാണോ, ഇനി ടോപ്പ് ഇൻസൈഡ് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ആണോ, അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ടാണോ, പിന്നെ അടുക്കളയിൽ ഗ്യാസ് ഉണ്ടോ, TV ഉണ്ടോ, ഫ്രിഡ്ജുണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, മണ്ണെണ്ണ ഉണ്ടോ, കക്കൂസുണ്ടോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെയുള്ളവ, അത് എത്ര എണ്ണം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യനാണ് ഈ സെൽഫ് എന്യൂമറേഷന് കേന്ദ്ര സർക്കാർ നമുക്ക് തന്നിട്ടുള്ളത്. കേരള സർക്കാരുമുണ്ട്, വിജയ് സർക്കാരുമുണ്ട്, തമിഴ്നാട്ടിൽ മഹാരാഷ്ട്രയിലും എല്ലാ സ്റ്റേറ്റിലും മുഖ്യമന്ത്രിമാരുമുണ്ട്. ഇവരൊക്കെ മരവാഴയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ വിജയ് സാറിനെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു, നന്ദിയുണ്ട്. എൻ്റെ എല്ലാ ആശംസകളും പുള്ളിക്ക് ഞാൻ നൽകുന്നുണ്ട്. എല്ലാ മെസ്സേജുകൾക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കാറുണ്ട്.
ആ പാർട്ടി കേരളത്തിൽ വരണമെന്നാണ് എൻ്റെയും ആഗ്രഹം. എങ്കിലേ പാവപ്പെട്ടവർക്ക് ഇവിടെ നന്നാവാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വീട് വച്ചത് എങ്ങനെയാണ്? ലോൺ എടുത്തിട്ടാണോ അതോ നിങ്ങളുടെ സ്വന്തം കാശ് കൊണ്ടാണോ? ഈ ലോൺ എത്ര നിങ്ങൾ അടച്ചു തീർന്നു? ഈ ലോൺ എടുത്തിട്ട് എത്ര കാലാവധിയായി? ഇതിനെത്ര ശതമാനം ഇൻട്രസ്റ്റാണ് നിങ്ങൾ നൽകി വരുന്നത്? ഈ ലോൺ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല? ഇനി അതും കഴിഞ്ഞിട്ട് സോപ്പ് വയ്ക്കാൻ നിങ്ങൾക്ക് സോപ്പ് പെട്ടിയുണ്ടോ? അല്ലെങ്കിൽ തല ചീകാൻ വേണ്ടി നിങ്ങൾക്ക് ചീർപ്പുണ്ടോ? അല്ലെങ്കിൽ ഏതുതരം ചീർപ്പാണ് ഉപയോഗിക്കുന്നത് എന്നൊന്നും ഈ പന്ന കഴിവറടന്മാർക്ക് ചോദിക്കാനുള്ള ചോദ്യമില്ല. അതൊന്നും അവർ പഠിച്ചിട്ടില്ല. വീട് കെട്ടിയിരിക്കുന്ന ഏത് കട്ടയാണ്, തേച്ചയ്ക്കുന്നത് ഏത് കറണ്ടിയിട്ടാണ്, ഏത് സിമൻ്റ് ഇട്ടാണ്, അവൻ്റെ അമ്മയുടെ കോപ്പാണ്, ഇതൊക്കെയാണ് സെൽഫ് എന്യൂമറേഷന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ വേണമെങ്കിൽ ചീത്ത വിളിച്ചോളൂ, എന്നെ കൊണ്ടുപോകാൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, വേറെ എവിടെ വിളിച്ചൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വോട്ട് കൊടുക്കുമ്പോൾ ഇനിയൊക്കെ നിങ്ങൾ ആലോചിക്കണം. 10 കൊല്ലം പിണനാറിക്ക് കൊടുത്തിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സർക്കാർ കൊടുത്ത വീട് അത് സർക്കാർ കൊടുത്തതാണോ, അല്ലെങ്കിൽ ആ ഭൂമി സർക്കാർ കൊടുത്തതാണോ, ആ വീട് എങ്ങനെ കിട്ടി എന്നൊന്നും അതിനകത്ത് ഒരു വീഡിയോയിലും ഞാൻ ആ ചോദ്യങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ മാനസികാവസ്ഥയിലുള്ള ഒരു കാരണം, ഞാൻ പുറത്തിറങ്ങുമ്പോൾ പലതരത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളും കാണാറുണ്ട്, പല കാര്യത്തിനും ഇടപെടാറുണ്ട്, സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ അയക്കുന്നത്. ഇത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. തെറ്റായി എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.